ഭൂമിയിലെ കാലാവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഭൂമി മുഴുവൻ തണുത്തുറഞ്ഞ ഹിമയുഗത്തിലൂടെ ആയിരിക്കാം കടന്നുപോകുന്നത്. എന്നാൽ മറ്റു ചിലപ്പോൾ ധ്രുവങ്ങളിൽ പോലും ഒരുതരി മഞ്ഞില്ലാത്ത ഗ്ലോബൽ തെർമൽ മാക്സിമത്തിലൂടെ ആയിരിക്കാം. ഇത്തരത്തിലുള്ള സൈക്കിളുകൾ പലതവണ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്പീഷീസ് പ്രധാന കാരണമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോടൈം. ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ അന്തരീക്ഷ ഊഷ്മാവ് വളരെയധികം കൂടുതലായിരുന്നു. ഉത്തരധ്രുവത്തിൽ പോലും ഉഷ്ണമേഖലകളിൽ കാണുന്ന പലയിനം ഉരുകങ്ങളുടെയും മറ്റും ഫോസിലുകൾ ഈ കാലഘട്ടത്തിൽ നിന്നും കണ്ടെത്താനായിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിനം പനകളും മറ്റുമായിരുന്നു ഈ ഭാഗങ്ങളിലെ പ്രധാന സസ്യങ്ങൾ. ഗ്രീൻ ഹൗസ് എർത്ത് എന്നാണ് ഈ ഒരു കാലഘട്ടത്തെ പൊതുവെ പറയപ്പെടുന്നത്. ഭൂമിയിലെ കാലാവസ്ഥ പ്രധാനമായും 2 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്: ഗ്രീൻ ഹൗസും ഐസ് ഹൗസും. ഇത് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഗ്രീൻ ഹൗസ് എർത്തിൽ കോണ്ടിനെന്റൽ ഗ്ലേഷ്യേഴ്സ്, അതായത് വൻകരകളിലെ ഐസ് പാളികൾ ഭൂമിയിലെങ്ങും തന്നെ കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഐസ് ഹൗസ് കാലഘട്ടത്തിൽ ചിലപ്പോൾ മുഴുവൻ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ കുറച്ച് പ്രദേശങ്ങളിലെങ്കിലും മഞ്ഞ് മൂടിക്കിടക്കും. ഏകദേശം 5ഓളം ഐസ് ഹൗസ് പീരീഡ് നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. പ്രധാനമായും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ വളരെയധികം കൂടുതലായി വരുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് കൂടുകയും ഗ്രീൻ ഹൗസ് കാലഘട്ടമായി മാറുകയും ചെയ്യും. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ തുടങ്ങിയവയുടെ അളവ് കുറയുകയും ഓക്സിജന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുകയും ചെയ്യുമ്പോൾ ഐസ് ഹൗസ് കാലഘട്ടം ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഐസ് ഹൗസ് കാലഘട്ടത്തിലൂടെയാണ്. ഇങ്ങനെ ഒരു ഷിഫ്റ്റിന് പ്രധാന കാരണക്കാരെക്കുറിച്ച് 2004 ആർട്ടിക് പ്രദേശങ്ങളിൽ നടത്തിയ പഠനങ്ങൾ ചില സൂചനകൾ നൽകുന്നുണ്ട്. ആർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞുപാളികളുടെ കനം കുറഞ്ഞു വരുന്നതിനാൽ ആ പ്രദേശങ്ങളിലൂടെയുള്ള എക്സ്പെഡിഷൻസ് ഈ അടുത്ത കാലങ്ങളിൽ കൂടുതൽ സാധ്യമാവുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ആർട്ടിക് കോറിംഗ് എക്സ്പെഡിഷൻ അഥവാ അസെക്സ്. ആർട്ടിക് സമുദ്രത്തിന്റെ അടിഭാഗങ്ങളിൽ ഡ്രില്ല് ചെയ്ത് നടത്തിയ ചില പരീക്ഷണങ്ങളിൽ ഒരു ലെയർ പോലെയുള്ള സെഡിമെന്റ്സ് കണ്ടെത്താനായി. ഒരുപാട് വർഷം പഴക്കമുള്ള പല ഫോസിലുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അതിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് ഇന്നത്തെ ഐസ് ഹൗസ് സ്റ്റേറ്റിലേക്ക് ഭൂമി എത്തുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ചില നിഗമനങ്ങളിലേക്കും എത്തുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫോസിലുകളിൽ ഭൂരിഭാഗവും അസോള എന്ന് പറയുന്ന ഒരുതരം പായലുകളുടെ അവശിഷ്ടങ്ങളായിരുന്നു. കർഷകർക്കെല്ലാം വളരെ സുപരിചിതമായ ഒരുതരം പായലാണ് അസോള. സാൽവിനേസിയേ എന്ന കുടുംബത്തിൽപ്പെടുന്ന 7ഓളം സ്പീഷീസിൽപ്പെടുന്ന ഒരു അക്വാട്ടിക് ഫേൺ ആണിത്. ശുദ്ധജലത്തിൽ മാത്രം കാണുന്ന ഇവ ജലത്തിൽ പൊങ്ങിക്കിടന്ന് വളരുന്നു. ഈ പായലുകൾ നല്ലൊരു ജൈവവളമായി ഉപയോഗിക്കാറുണ്ട്. വളരെ ഉയർന്ന പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതിനാൽ കന്നുകാലികൾക്കുള്ള നല്ലൊരു ആഹാരവും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നല്ലൊരു വാട്ടർ പ്യൂരിഫയർ കൂടിയാണ്. എന്നാൽ ശുദ്ധജലത്തിൽ മാത്രം കാണുന്ന ഈ പായൽ എങ്ങനെ ആർട്ടിക് സമുദ്രത്തിലെത്തി എന്നത് വലിയൊരു ചോദ്യമായി മാറി. ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആർട്ടിക് സമുദ്രം ഏതാണ്ട് പൂർണ്ണമായും വൻകരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. മറ്റു സമുദ്രങ്ങളുമായി ബന്ധപ്പെടുന്ന ആകെ ഒരു ഓപ്പണിംഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ടർഗേ സ്ട്രെയിറ്റ് എന്നറിയപ്പെടുന്ന ഈ ഓപ്പണിംഗ് പിന്നീട് കുറച്ചു കാലങ്ങൾ കൊണ്ട് അടഞ്ഞു പോകുകയും ആർട്ടിക് സമുദ്രം പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ധാരാളമായി വരുന്ന നദീജലം ആർട്ടിക് സമുദ്രത്തിലെ ഉപ്പിന്റെ അളവിനെ കാര്യമായി ബാധിച്ചു. ഗ്രീൻ ഹൗസ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഉയർന്ന തോതിലുള്ള നദീജലവും എല്ലാം കൂടെ ആർട്ടിക് സമുദ്രത്തിന്റെ മുകൾ തട്ടിൽ ശുദ്ധജലത്തിലെ ഒരു ആഴം കുറഞ്ഞ ഒരു പാളി തന്നെ സൃഷ്ടിച്ചെടുത്തു. ഇത്തരത്തിലുള്ള സമുദ്രോപരിതലത്തിലെ ശുദ്ധജലത്തിന്റെ പാളി അസോള വളരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി. എന്നാൽ അസോള എന്ന് പറയുന്ന പായൽ ശരിയായ സാഹചര്യങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇരട്ടിയാവുന്നതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആർട്ടിക് സമുദ്രത്തിൽ ഏതാണ്ട് പൂർണ്ണമായും അസോള നിറയുകയുണ്ടായി. വളരെയധികം വരുന്ന ഇത്തരത്തിലുള്ള അസോള പായലുകൾ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് വളരെ കാലം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് വളരെയധികം കുറയുകയും ഭൂമി ഐസ് ഏജിലേക്ക് കടക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ചെടികൾ നശിക്കുമ്പോൾ അവ കടലിനടിയിൽ അടിഞ്ഞുകൂടുന്നു. മുകളിൽ അസോള പായൽ വന്ന് നിറയുന്നത് കൊണ്ട്
താഴെ തീർത്തും അനോക്സിക്കായ ഒരു കണ്ടീഷനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സമുദ്രത്തിനടിയിൽ ഒരു പാട് തന്നെ ഇതുണ്ടാക്കി. എന്നാൽ പിന്നീട് ആർട്ടിക് സമുദ്രം മറ്റു സമുദ്രങ്ങളുമായി കണക്റ്റ് ആവുകയും അതിൻ്റെ ഫലമായി സലൈനിറ്റി പഴയ രീതിയിലാവുകയും ചെയ്തു. അതോടെ കൂടുതലായി വന്ന ഉപ്പിൻ്റെ അളവ് അസോള പൂർണ്ണമായും നശിക്കുന്നതിന് കാരണമായി. എന്നാൽ ഈ കാലഘട്ടം തന്നെ ഭൂമിയിലെ കാലാവസ്ഥ ഏതാണ്ട് നല്ല രീതിയിൽ മാറിമറിഞ്ഞിരുന്നു. ഇത്തരത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് ഭൂമി കടന്നു വന്നിട്ടുള്ളത്. ഇതുപോലെ മറ്റു സമുദ്രങ്ങളുമായി എല്ലാ കണക്ഷനും അടഞ്ഞു പോയപ്പോൾ ഒരു സമുദ്രം പൂർണ്ണമായും വറ്റിപ്പോവുകയുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.